മുന്നത്തെ സീസണുകളിലൊക്കെ കുറച്ചൊരു കിംവദന്തി ഉണ്ട്. അതായത് ചിന്നസ്വാമിയിൽ RCBക്ക് അങ്ങനെ കളിക്കാൻ പറ്റൂലെന്നോ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റൂലെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കേട്ടോ. RCB ഡബിൾ സ്ട്രോങ് ആണ് ചിന്നസ്വാമിയിൽ. അത് ഇന്നലത്തെ മാച്ചിൽ എഗെയിൻ കാണാൻ വേണ്ടി പറ്റി. 5 വിക്കറ്റിന്റെ ജയം, അതും 7 ബോൾ ബാക്കി നിൽക്കെ 205 ടോട്ടൽ ചേസ് ചെയ്തിട്ടും ജയിച്ചു. പിന്നെ ജയിക്കാണ്ടിരിക്കാൻ പറ്റും? ചുവന്ന കോട്ടയാണ്. സ്വന്തം കോട്ടയിൽ വന്നിട്ട് മറ്റൊരു ടീം ഒന്ന് ജയിച്ചിട്ട് പോകുന്ന എങ്ങനെയാണ് നമ്മളെ രാജാവും പിന്നെ പാട്ടിദാരൊക്കെ കണ്ടു നിൽക്കുക അല്ലെ? അപ്പൊ എന്തായാലും ഇന്നലത്തെ മാച്ചിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആ ഒരു ഫസ്റ്റ് RCB ബോൾ ചെയ്ത സമയത്ത് ഡെത്ത് ഓവറുകളിൽ ചെറുതായിട്ടൊന്ന് പിടിച്ച് GTനെ ആ ഒരു 205 സ്കോറിലോട്ട് ഒതുക്കിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് 220, 240, 250 വരെ പോകാൻ പറ്റുന്ന ഒരു ടൈപ്പിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും അവിടെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാർ വന്നിട്ടും കൂടി അവിടെ ബൗളിങ്ങിൽ കുറച്ചൊന്ന് പിടിക്കാൻ നോക്കി. ആ പിടുത്തത്തിലാണ് ശരിക്കും 205 അവർ നിന്നത്. അത് കൂടാണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള മാച്ചിൽ നമ്മൾ കണ്ടാണ് MI CSK മാച്ചിൽ 200 ഇതേ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഒരു സ്കോർ ആയിരുന്നു. അപ്പൊ ആ ഒരു സ്കോർ ചേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വിക്കറ്റുകൾ പോയതും സംഭവങ്ങളൊക്കെ. ഈ ഒരു മാച്ചിൽ ശരിക്ക് GTക്ക് ജയിക്കായിരുന്നു ആ ഒരു ക്യാച്ച് മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ. കാരണം ഒരവസരം കൊടുത്തതാ രാജാവ്, ഒന്ന് പിടിച്ച വേണമെങ്കിൽ ഇപ്പൊ എന്നെ ഔട്ട് ആയിക്കോ എന്നുള്ള രീതിയിൽ. ആ ഒരു ഡക്കിൽ 81 റൺസാണ് ശരിക്കും കോഹ്ലി അവസാനം എടുത്തത് ഔട്ടായ സമയത്ത്. പക്ഷെ ഫസ്റ്റത്തെ ഔട്ടിന്റെ സമയത്ത് ഔട്ട് ആയിരുന്നെങ്കിൽ 0-ൽ പോയേനെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ആ സ്കോർ എത്ര താഴോട്ട് പോകുന്നുള്ളത്. കാരണം ഫസ്റ്റ് ബേത്തിൽ അധികം റൺ എടുക്കാൻ തന്നെ പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വിക്കറ്റ് കൂടി അടുപ്പിച്ച് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു GTക്ക്. അതും വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു മിസ്സിംഗ്, അത് വലിയ മിസ്സിംഗ് തന്നെയാണ്. കാരണം കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് തന്നെയായിരുന്നു. അതിനുള്ള വിലയാണ് ശരിക്കും അവസാനം GT കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നലെ ഒരു ടൈറ്റ് മാച്ച് എൻഡിലോട്ട് വന്നതിന് ചിലപ്പോൾ RCB ജയിക്കുമായിരിക്കും. പക്ഷെ എന്നാലും ജയിക്കാതിരിക്കാനും ചാൻസസ് ഉണ്ട്. ഒരു 50-50 ചാൻസിലോട്ട് പോയേന്. ഇപ്പൊ ഇവിടെ ഓൾറെഡി കോഹ്ലി ഉള്ളപ്പം എന്തായാലും അറിയാമല്ലോ നമുക്ക് കളി ജയിക്കുന്നുള്ളത്. അത് RCB ഇന്നലെ കാണിച്ചു തന്നു. അതിന് കംപ്ലീറ്റ് ഇമ്പാക്ട് കൊടുത്തത് ശരിക്കും ദേവദത്ത് പടിക്കലാട്ടോ. കാരണം കോഹ്ലി അടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ദേവദത്ത് പടിക്കൽ വന്നൊരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു. 27 ബോളിൽ 50 സംതിങ് റൺസ്. അതൊരു അടി തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇതൊരു 6ഉം 4ഒക്കെ ഒരു കൂസലില്ലാണ്ട് കൂളായിട്ട് റാഷിദ് ഖാനൊക്കെ ഇട്ട് അലക്കാണ് കേട്ടോ. അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അലക്കലിലാണ് ശരിക്കും ഇന്നലെ RCBന്റെ ജയം ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു പാർട്ട്ണർഷിപ്പ്, ഇവർ രണ്ടുപേരും ദേവദത്ത് പടിക്കലും കോഹ്ലിയും നിന്നിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, ആ പാർട്ട്ണർഷിപ്പിൽ കളി RCBയുടെ കയ്യിലെത്തി. അത് കഴിഞ്ഞും ചെറുതായിട്ടൊന്ന് പിടിച്ചായിരുന്നു ശരിക്കും GT. പക്ഷെ അവസാനം കൃണാൽ പാണ്ഡ്യ ബൗളിങ്ങിൽ എങ്ങനെയാണോ സൈക്കോത്തരം കാണിക്കുന്നത് അതിന്റെ ഡബിൾ എഫക്റ്റിൽ ബാറ്റിംഗിൽ വന്നിട്ട് ആ സമയത്ത് 6ഉം 4ഒക്കെ അടിച്ച് ഏകദേശം ടിം ഡേവിഡിന് പറ്റുന്നുണ്ടായിരുന്നു. ചെറിയൊരു പ്രഷറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൃണാൽ പാണ്ഡ്യ എന്ത് പ്രഷർ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കൂളായിട്ട് അടിച്ചിട്ട് കളി അവസാനം ആ ഒരു ഇതിലോട്ട് ജയിപ്പിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലാസ്റ്റ് ഓവർ മാച്ചിലോട്ട് പോയേനെ. GTയുടെ ബാറ്റിംഗ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡീസന്റ് സ്കോറിലാണ് എത്തിയത്. 205 റണ്ണ്, 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സായ് സുദർശൻ ഇന്നലെ സെഞ്ചുറി ഒക്കെ അടിച്ചു. ആ സെഞ്ചുറി അടിച്ച രീതി നന്നായിരുന്നു. ആദ്യം ഒന്നും മെല്ലെ സ്കോർ ചെയ്ത് പോയിട്ട് പിന്നീട് അങ്ങോട്ട് സ്ട്രൈക്ക് റേറ്റ് കയറ്റി അവസാനം ആ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റിൽ ആള് സെഞ്ചുറി അടിക്കുകയും ചെയ്തു. പക്ഷെ ആ സെഞ്ചുറിനെ കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവിടെ റൺ ഫ്ലോ കുറച്ചൊന്ന് കുറഞ്ഞത്. അതിന്റെ ഇടയിൽ ഗില്ലിന്റെ വിക്കറ്റും പോയി. ഗില്ലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആങ്കർ ഇന്നിംഗ്സ് ആയിരുന്നു സൈഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ജോസ് ബട്ട്ലറും വാഷിംഗ്ടൺ സുന്ദറും അവരവരെ കോൺട്രിബ്യൂഷൻ കൊടുത്തു. അതുകൊണ്ട് ടോട്ടൽ ടീമും 205 എത്തി എന്ന് പറയാം. അന്നത്തെയും പോലെ തന്നെ RCBയുടെ ബൗളിംഗിൽ ഫസ്റ്റിൽ അവർ എക്കണോമി പിടിച്ചുകൊണ്ട് ബോൾ എറിഞ്ഞ നമ്മുടെ ഭുവനേശ്വർ കുമാർ തന്നെയായിരുന്നു. 4 ഓവറിൽ 7 റേഞ്ചിലായിരുന്നു എക്കണോമി ഉണ്ടായിരുന്നു. 1 വിക്കറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. ഹേസൽവുഡിന് അത്യാവശ്യം കൊണ്ട്, പക്ഷെ എന്നാലും ആ ഒരു 10 റേറ്റിൽ നിന്ന് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. റസിക് സലാമും സുയാഷ് ശർമ്മയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ എറിഞ്ഞു. അതിൽ സുയാഷ് ശർമ്മയ്ക്ക് 1 വിക്കറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളേഴ്സ് ആയിരുന്നു നമ്മുടെ കൃണാൽ പാണ്ഡ്യയും അതുപോലെ റൊമാരിയോ ഷെപ്പേർഡും ആയിരുന്നു. കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ ബോൾ ചെയ്ത് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. റൊമാരിയോ ഷെപ്പേർഡ് 1 ഓവർ ചെയ്തെങ്കിലും ആ ഒരു ഓവറിൽ 17 റൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഓവർ ചെയ്യാത്ത നന്നായി തോന്നി. ചിലപ്പം കൃണാൽ പാണ്ഡ്യനെ കടത്തി വെട്ടിയേനെ റൊമാരിയോ ഷെപ്പേർഡ്. RCBയുടെ ചേസിംഗിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെത്തൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാർട്ട് കൊടുത്തു. പക്ഷെ അധികം ലോങ് ഇന്നിംഗ്സിലോട്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കിങ്ങും പടിക്കലുമാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് കളീനെ ആ ഒരു ജയത്തിന്റെ അടുത്തിലോട്ട് എത്തിച്ചത്. അത് കഴിഞ്ഞ് അതായത് കംപ്ലീറ്റ് ഒരു RCBന്റെ സൈഡിലോട്ട് കളി കൊണ്ടുവന്നത് ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. അതിൽ ദേവദത്ത് പടിക്കലിന്റെ അടിച്ചു കളിയും 50ക്ക് ശേഷം നമ്മുടെ കോഹ്ലിയുടെ അടിച്ചു കളിയും ഗംഭീരായിരുന്നു. ഒരു ഭയങ്കര എന്റർടൈനിങ് ഫീല്, ഭയങ്കരമായിട്ടുള്ള ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ ആ ഒരു സമയത്ത് പറയാവുന്നതാണ്. പാട്ടിദാറിനും ജിതേഷ് ശർമ്മക്കും അതുപോലെ നമ്മുടെ ടിം ഡേവിഡിനും ഭയങ്കരമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ലാസ്റ്റ് കൃണാൽ പാണ്ഡ്യ വന്ന് ആ ഒരു കളീനെ RCBന്റെ അടുത്തോട്ട് എത്തിച്ചത് ആ ഒരു വെടിക്കെട്ട് പെർഫോമൻസിലൂടെയായിരുന്നു കേട്ടോ. GTയുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ബോൾ എറിഞ്ഞ നമ്മുടെ മുഹമ്മദ് സിറാജ് അതുപോലെ മാനവ് സുത്താർ പിന്നെ നമ്മുടെ ജേസൺ ഹോൾഡർ ആയിരുന്നു. 3 പേരും ഓരോ വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. റബാഡ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ റാഷിദ് ഖാൻ റബാഡയുടെ ഒരു പടി മേലെ നിൽക്കുന്ന രീതിയിൽ എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു റണ്ണും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു 50 അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു റാഷിദ് ഖാൻ. 50 + 2 വിക്കറ്റ് എന്നുള്ള രീതിയിൽ ആയനെ.
ടിയുടെ എല്ലാ മാച്ചിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രസിദ്ധ് കൃഷ്ണ ശരിക്കും ഇന്നലെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ആ ഇമ്പാക്ട് ഉണ്ടാക്കിയത് RCB ക്കാണെന്ന് മാത്രം. കാരണം RCB ക്കായിരുന്നു അടിക്കാൻ പറ്റിയത് പ്രസിദ്ധ് കൃഷ്ണയുടെ ബോളിൽ. GTക്ക് ഒരു ഇമ്പാക്ട് കൊടുത്തില്ല എന്ന് പറയാം. 15 മേലെ ഏകദേശം എക്കണോമി ഉണ്ടായിരുന്നു. 2 ഓവർ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇനി അങ്ങോട്ട് ബോൾ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. ചിലപ്പം റാഷിദ് ഖാനെയും തോൽപ്പിച്ച് പോയേനെ ഇന്നലെ പ്രസിദ്ധ് കൃഷ്ണ. ശരിക്കും ഇന്നലത്തെ മാച്ച് ഒരു ത്രില്ലർ മാച്ച് ആയിട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്ന മാച്ചായിരുന്നു. പക്ഷേ കണ്ട് അങ്ങോട്ട് എത്തിയ സമയത്ത് കുറച്ചും കൂടി ഒരു 1 സൈഡഡ് മാച്ച് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഈവൻ GTയിൽ ഇന്നലെ സായ് സുദർശൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിലും 205 സ്കോറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഡോമിനേറ്റിംഗ് RCBയുടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് ഫീൽ ചെയ്തു എനിക്ക് പേഴ്സണലി കാണുന്ന സമയത്ത്. ആൻഡ് അത് ഫൈനലി ആ ഒരു റിസൾട്ടിലും കാണാൻ വേണ്ടി പറ്റി അവസാനം തൊട്ട്. അതായത് അവിടെ ഒരു വിക്കറ്റോ 2 വിക്കറ്റോ 3 വിക്കറ്റോ ഒന്നും പോയാലൊന്നും കളി തോക്കാൻ പോകുന്നില്ല. ആരെങ്കിലൊക്കെ വന്ന് എവിടെന്നെങ്കിലൊക്കെ അടിച്ച് കളി ജയിപ്പിക്കുന്നുള്ളൊരു സംഭവം ഇന്നലത്തെ മാച്ചിൽ കാണാൻ വേണ്ടി പറ്റി. അതും ചിന്നസ്വാമിയിൽ അവർ ഡബിൾ സ്ട്രോങ് ആണ് എന്ന് വേണം പറയാൻ. അപ്പോൾ എന്തായാലും ഇന്ന് ഡബിൾ ഹെഡർ മാച്ചസ് ആണ്. അതിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അത്രേ ഉള്ളൂ.